ഹലോ, ഗുഡ് മോർണിംഗ്. ഐ എം ഡോക്ടർ ഗിരിജ. ഈ കാലാവസ്ഥയിൽ ഒത്തിരി വൈറൽ ഫീവറുകൾ നമ്മളെ ബാധിക്കാറുണ്ട്. സാധാരണ വൈറൽ ഫീവറുകളുടെ അതേ സിംറ്റത്തോടെയാണ് ആ അസുഖങ്ങളെല്ലാം വരുന്നത്. കൂടുതലും വെസ്റ്റ് നൈൽ ഫീവർ, അതുപോലെ തന്നെ ഏവിയൻ ഫ്ലൂ അല്ലെങ്കിൽ പക്ഷിപ്പനി, അതുപോലെ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ഉണ്ടാക്കുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ, അത് കൂടുതലും കുഞ്ഞുങ്ങളിലാണ് വരുന്നത്. അതുപോലെ കോവിഡ് കേസുകളും വിരളമല്ല, പക്ഷേ ആരും ടെസ്റ്റിന് വിധേയമാകാറില്ല. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. കോവിഡിൻ്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ തന്നെ അവരെന്തോ ഒരു പേടിയോടുകൂടി ടെസ്റ്റിന് വരുന്നില്ല. ഇങ്ങനെയുള്ള വൈറൽ ഡിസീസുകൾ സാധാരണ വൈറൽ ഫീവറിൻ്റെ സിംറ്റത്തോടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ പാരസിറ്റമോൾ കഴിച്ച് ആ ഫീവർ കുറയ്ക്കാതെ നിങ്ങൾ കാത്തിരിക്കുക, ഡോക്ടറിനെ കാണുക. കാരണം സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന ഒന്നാണ് ഈ മഴയും ഒക്കെ വന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, അതായത് വെള്ളത്തിൽ കൂടെയും ആഹാരത്തിൽ കൂടെയും, ശുചീകരിക്കാത്ത വെള്ളത്തിൽ കൂടെയും ആഹാരത്തിൽ കൂടെയും വരുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ ഈ ജ്യൂസും മറ്റും കുടിക്കുമ്പോൾ, ഒരു കടയിൽ ചെന്ന് ജ്യൂസും മറ്റും കുടിക്കുന്ന സമയത്ത് നമുക്കറിയില്ല, അവർ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ അവർക്ക് ഉപയോഗിക്കണമെന്നില്ല. ചിലപ്പോൾ അടുത്ത പൈപ്പിൽ കാണുന്ന വെള്ളം അല്ലെങ്കിൽ എവിടെയെന്നെങ്കിലും കിട്ടുന്ന വെള്ളമായിരിക്കും ജ്യൂസായിട്ട് നമുക്ക് തരുന്നത്. അതിൽ ഫ്രൂട്ട്സും മറ്റ് കളേഴ്സും ഒക്കെ ചേർത്ത്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്മൂത്തി അടിച്ചോ ഒക്കെ തരുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ഹൈജീനിക്കായിട്ടാണ് തരുന്നതെന്ന്. പക്ഷേ അതിൽ കൂടെയൊക്കെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കാം, മഞ്ഞപ്പിത്തം ബാധിക്കാം. അതുകൊണ്ട് ഈ കാലാവസ്ഥയിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആഹാര രീതിയിലും വളരെ ശുചിത്വമുള്ള ജീവിതചര്യയും കൊണ്ടുപോവുക. ഓക്കെ.